ബീഡിയുണ്ടോ സഖാവേ ഒരു തീപ്പെട്ടി എടുക്കാൻ? ബീഡിയേ ഇല്ലല്ലോ സഖാവേ തീപ്പെട്ടി എടുക്കാൻ. ഓ വിശന്ന് കരിയുന്നു. സ്റ്റെല്ല, അപ്പന ഉറക്കമാ. എത്രയെന്ന് വെച്ചാ അകത്തിരിക്കുക. സേതു ചേച്ചി വന്നില്ലേ? ഇല്ല. ചന്തയിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ പോലീസാ, വേഷം മാറിയും അല്ലാതെയും. നിക്ക്, ബീഡിയുണ്ടോ ഒരു തീപ്പെട്ടി എടുക്കാൻ? തീപ്പെട്ടിയുണ്ടോ ഒരു ബീഡി എടുക്കാൻ? ലാൽ സലാം. ലാൽ സലാം. ലാൽ സലാം. തമ്പി എപ്പ എത്തി? ഇന്ന് പുലർച്ചയ്ക്ക് സേതുലക്ഷ്മി അറസ്റ്റ് ചെയ്തു. എവിടെ വെച്ച്? മടത്തി വെച്ച്. ആ ശാന്തിക്കാരന് ഒറ്റ കൊടുത്ത തിരുമുൽപ്പാട് നെഞ്ചത്തടി നിലവിളി വന്നാ കേട്ടത്. മലബാറിലെ ഒട്ടുമുക്കാലും സഹാക്കളും ലോക്കപ്പിലായി കഴിഞ്ഞു. ലോക്കപ്പുകൾ നിറയ്ക്കട്ടെ പട്ടികൾ. നിറഞ്ഞു കവിയും ജയിലുകൾ. പിന്നെ അവശേഷിക്കും സഹാക്കൾ ഈ നാട്ടിൽ. ആവേശം കൊള്ളാം അറിവുള്ളവർക്ക്. എന്റെ നെട്ടൂരാനെ, ആണുങ്ങളില്ലാത്ത കുടിലുകളിൽ കയറി ഇറങ്ങി കഞ്ഞിക്ക് വകയില്ലാതെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട പെണ്ണുങ്ങളുടെ ഉടുതുണി ഉരിഞ്ഞ് പട്ടാ പകലും പാതിരാക്കും കാമപ്പേക്കൂത്ത് നടത്തുകയാണ് ആ ഇടിയം കർത്തായും സംഘവും. അറിവ് കുറവായ എനിക്ക് ഈ സ്ഥിതിയിൽ ആവേശം കൊള്ളാൻ. നിങ്ങളിവിടെ താമസിക്കുന്നത് എനിക്ക് എന്ത് ആശ്വാസമാണെന്നറിയാമോ? ഇന്നലെ വരെ ഇല്ലാത്ത ആരൊക്കെ ഉണ്ടെന്ന് തോന്നൽ. ഒന്നുമില്ലെങ്കിലും ഓലിയിടുന്ന ഈ പട്ടിപ്പടയോടും ഇരുട്ടിൽ എന്നെ വിഴുങ്ങാൻ ഓടിയെടുക്കുന്ന തിരകളോടും എനിക്ക് പറയുകയെങ്കിലും ചെയ്യാമല്ലോ. ടെലിഗ്രാം. ടെലിഗ്രാം. ആരാണ്? ആരാണ്? ടെലിഗ്രാം. മിണ്ടിപ്പോരുത്. ശബ്ദം ഉണ്ടാക്കിയാൽ ഇവന്റെ കഴുത്തരിഞ്ഞ് ഞാൻ താഴെയിടും. പെങ്ങളെ, പെങ്ങളെ പോലുള്ള ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരിമാരെ ചവച്ചൂപ്പി മാനം കെടുത്തിയവൻ കൊല്ലേണ്ടതാണ്. കൊല്ലുന്നില്ല. നിങ്ങളെ ഓർത്ത്. ഇടിയൻ കർത്താവേ, ഞങ്ങളുടെ ഇടയിലുണ്ടടാ നട്ടലുള്ള ഇടിയന്മാർ. ഓർത്തടോ പട്ടി. പടിഞ്ഞാറക്കര പാടത്ത് ഇനി ഒരു പാവപ്പെട്ട തൊഴിലാളി സ്ത്രീയുടെ കരച്ചിൽ കേട്ട നിന്റെ ഭാര്യയുടെ ചോര ഒഴുക്കിയായിരിക്കും ഞങ്ങൾ പ്രതികാരം ചെയ്യുന്നത്. നിന്റെ കാക്കി വലയിലെ അത്ര പെട്ടെന്നൊന്നും ഞങ്ങളെ കിട്ടത്തില്ല. കുറച്ചാളുകൂടെ നമുക്കിങ്ങനെ കള്ളനും പോലീസും കളിക്കാം.
വാലോർക്ക് നോക്കാൻ ഒന്നോളെ ഞാൻ നിന്നെ കൂടെ ഞാൻ പറയിപ്പിക്കും. വേണ്ട വണ്ടിയില് പോടാ പോടാ. വെളിച്ചമെത്തി. വീടിയുണ്ടോ സഖാവി ഒരു തീപ്പെട്ടി എടുക്കാൻ? എന്താ ഡി കെ ഇതിന്റെ ഒരു അവസാനം? ഇതിനൊന്നും അവസാനമില്ല നെട്ടൂരാനെ. പോലീസിന്റെ പിടിയിലാകുന്നവർ ഇങ്ങനെ കഴിയുക. എങ്ങനെ കഴിയാനാ? ചെവി മുഴങ്ങുന്നത് പോലീസ് പിടിച്ചുകൊണ്ടുപോയ അച്ഛനെയും അമ്മയും കാണാതെ പടിഞ്ഞാറക്കര പാടത്ത് വിശന്ന് നിലവിളിക്കുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കൂട്ടക്കരച്ചില. മുഴുപട്ടിണിയിൽ പോലും വാതിൽ തുറന്ന് നമുക്ക് ഒളിച്ചിരിക്കാൻ ഇടം തന്ന് സഹായിച്ച സ്റ്റെല്ല വരെ ഇടിയൻ കർത്താവിന്റെ കൊലപ്പുരയിലായി കഴിഞ്ഞു. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയല്ലേടൂ ഇത്തരം വേദനിപ്പിക്കുന്ന സത്യങ്ങളെ കാണാതിരിക്കുക. പറ്റുമോ? തന്നെ കൊണ്ട് പറ്റുമോ? ഇനിയും നമ്മൾ പിടികൊടുക്കാതെ ഒളിവിൽ കഴിയുന്ന ഓരോ നിമിഷവും പോലീസിന്റെ ചവിട്ടും ഇടിയുമേറ്റ് നമുക്ക് വേണ്ടി വേദന അനുഭവിക്കുന്ന പാവങ്ങൾക്ക് പാർട്ടിയോടുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടും. അവരെ മോചിപ്പിക്കണം ഡി കെ. അവരെ നിവേദനിക്കാൻ പാടില്ല. നമുക്ക് പിടികൊടുക്കാം. അപ്പച്ചനും മരിച്ചു. ആരുമില്ലാതായപ്പോ എനിക്ക് വയറ്റിൽ കിട്ടിയ കൂട്ടാണിവൻ. അന്തോണിച്ചനെ വിവരം അറിയിക്കാൻ ഞാൻ സ്റ്റേഷനിൽ വന്നു. പോലീസുകാരെന്നെ ചീത്ത പറഞ്ഞു ഓടിച്ചു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നെട്ടൂരാനെ? ഇവനെ നശിപ്പിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. അച്ഛനെ കണ്ട് കുമ്പസരിച്ചു. അങ്ങനെ മലബാറിലെ മഠത്തിൽ പോയത്. ആരെയും ഒന്നും അറിയിക്കാതെ, ആരുടെ ഒരു വിവരം അറിയാതെ മഠത്തിലെ സ്നേഹത്തിന്റെ മതിലിനുള്ളിൽ ഞാനിവനെ പ്രസവിച്ചു. 6 കൊല്ലമായി ഞാനിവിടെ ജോലി ചെയ്ത് കഴിയുകയായിരുന്നു. നിങ്ങൾ പുറത്തിറങ്ങിയ വിവരം 2 ദിവസം മുമ്പാ അറിഞ്ഞത്. അങ്ങനെ ഇവിടെ ഓടിയെത്തിയത്. ഇപ്പോ ദാ ഇങ്ങനെ. ഞാൻ എന്ത് ചെയ്യും? ഒന്നും മനഃപൂർവ്വം ചെയ്തല്ല സ്റ്റെല്ല. സ്റ്റെല്ലയെ
ഞാൻ ഓർത്തില്ല എന്നുള്ളതാണ് സത്യം. ഈ സത്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ സേതുവിനെ ഞാൻ കല്യാണം കഴിക്കില്ലായിരുന്നു. കുറച്ച് രൂപയുണ്ട്, തൽക്കാലം ഇതിരിക്കട്ടെ. അറിയാതെ പറ്റിപ്പോയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ എന്നെ അനുവദിക്കണം. സ്റ്റെല്ല ഇത് വാങ്ങിക്കണം. മനസ്സിൽ സ്നേഹമില്ലാഞ്ഞല്ല, ഇതേ എനിക്കിപ്പോ ചെയ്യാൻ പറ്റും. വാങ്ങിക്ക് സ്റ്റെല്ല. സ്റ്റെല്ലയ്ക്ക് ഇനി ഒരു ജീവിതമെങ്കിലും ഉണ്ടാക്കി തന്ന് കുറ്റബോധം മാറ്റാൻ DK സഹായിക്കണം. എല്ലാറ്റിനും അന്നമ്മയും ഞാനും ഉണ്ട് തൻ്റെ കൂടെ. മനസ്സുകൊണ്ട് DKയും. ദൈവഹിതമാണ് ഇട്ടിച്ച. ഇന്ന് കാലത്ത് ഈ ഇടവകയിലെ വികാരിയായിട്ട് ചാർജ് എടുക്കുമ്പോ ഈ വീടും ഇട്ടിച്ചനുമാണ് മനസ്സിൽ ആദ്യം വന്നത്. ഞാൻ അറിഞ്ഞിരുന്നു അച്ഛൻ ഇങ്ങോട്ട് സ്ഥലമാറ്റമാണെന്ന്. നന്നായി അച്ചോ. ആ എന്നാ ഇറങ്ങട്ടെ ഇട്ടിച്ച. ഇടവക പ്രമാണിമാരെയൊക്കെ ഒന്ന് കാണണമല്ലോ. ശരി. നമ്മുടെ പാർട്ടി ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഏകകണ്ഠമായി നമ്മുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം. സ്ത്രീകൾ ആദ്യം. അതുകൊണ്ട് വനിതാ പ്രതിനിധിയായിട്ട് ആരെ നിർത്താം? സഖാവ് സേതുലക്ഷ്മിയെ നിർത്തണം. വരട്ടെ. സഖാവ് സേതുലക്ഷ്മിയുടെ പേര് സഖാവ് ഗോമതി നിർദ്ദേശിച്ചു. ഇനി ഒരാൾ പിന്താങ്ങണം. ഞാൻ പിന്താങ്ങുന്നു. അപ്പോ സഖാവ് സേതുലക്ഷ്മിയെ സഖാവ് ഗോമതിയുടെ നിർദ്ദേശപ്രകാരം സഖാവ് മേരിയുടെ പിന്തുണയോടുകൂടി വനിതാ സ്ഥാനാർത്ഥിയായി നാം സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യുന്നു. അടുത്ത സ്ഥാനാർത്ഥിയായി സഖാവ് DKയുടെ പേര് ഞാൻ നിർദ്ദേശിക്കുന്നു. സഖാവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ജിന്ദാബാദ്.